ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഇന്നത്തെ രാത്രി പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ട എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. നിങ്ങളുടെ ഭവനത്തിൽ വസിക്കുന്ന എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. ഈ രാത്രിയിൽ ഉറങ്ങാൻ മുൻപ് നമ്മുടെ ഓരോ ആവശ്യങ്ങളെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിനെ തൻ്റെ ആശ്രയവും കോട്ടയും സങ്കേതവും രക്ഷയും ആയി ഏറ്റുപറയുന്നവർക്ക് ഏത് സാഹചര്യത്തിലും അവസ്ഥയിലും ഭയപ്പെടാനൊന്നുമില്ല. ദൈവം ഓരോ നിമിഷവും നമ്മെക്കുറിച്ച് ശ്രദ്ധാലുവാണ്. അവിടുത്തെ കരുതലാണ് നാം പലപ്പോഴും പല അപകടങ്ങളിൽ നിന്നും രക്ഷിക്കപ്പെട്ടത്. ദൈവം നമുക്ക് ആശ്രയിക്കാൻ തക്ക തുണയാണ് എന്ന് വിശ്വസിക്കുകയും അത് ഏറ്റുപറയുകയും ചെയ്താൽ നമുക്കെതിരെയുള്ള ശത്രുവിൻ്റെ കെണിയിൽ നിന്നും ചതിവിൽ നിന്നും വഞ്ചനയിൽ നിന്നും പൈശാചിക ദുരിതങ്ങളിൽ നിന്നും പീഡകളിൽ നിന്നും എപ്പോഴും ദൈവത്തിൻ്റെ ശക്തമായ കരങ്ങളിൽ നാം സുരക്ഷിതരായിരിക്കും. ഭയം കൂടാതെ ഈ രാത്രി നമ്മെ കരുതുന്ന സ്നേഹിക്കുന്ന കർത്താവിൻ്റെ കരത്തിൽ മുറുകെ പിടിച്ച് സമാധാനമായി നമുക്കുറങ്ങാം. നാളത്തെ നമ്മുടെ ആവശ്യങ്ങളെ ഓരോന്നായി ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് സമർപ്പിക്കാം. ഈ രാത്രിയിൽ ആശുപത്രിയിലായിരിക്കുന്നവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ബിജോയ് സാബു എന്ന ഒരു മകന് വേണ്ടി എല്ലാവരും പ്രത്യേകം പ്രാർത്ഥിക്കുക. ആ മകന് പരിപൂർണ സൗഖ്യം കിട്ടി. ഇന്ന് ദൈവത്തിൻ്റെ അത്ഭുതകരം ആ ഹോസ്പിറ്റൽ ബെഡിൽ ആ മകൻ അനുഭവിക്കുവാൻ ദൈവം കൃപ കൊടുക്കട്ടെ. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കളഞ്ഞുപോയ വിലപിടിപ്പുള്ള ആഭരണങ്ങൾ തിരികെ കിട്ടുന്നതിന് വേണ്ടി ഒരു മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാ നിയോഗങ്ങളെയും ഈ രാത്രിയിൽ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനയും ദൈവം ഏറ്റെടുത്തിരിക്കുന്നു. ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഓരോ പ്രാർത്ഥനയിൽ കൂടി ദൈവം വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുന്നുണ്ട്, വലിയ രോഗസൗഖ്യം നൽകുന്നുണ്ട്. അതിനാൽ നിങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക. ഈ രാത്രിയിൽ ദൈവത്തിൻ്റെ അത്ഭുത സംരക്ഷണത്തിനു വേണ്ടിയും സൗഖ്യത്തിനു വേണ്ടിയും വിടുതലിനു വേണ്ടിയും സങ്കീർത്തനം 91 ഏറ്റുപറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സങ്കീർത്തനം 91 1 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. കർത്താവിൻ്റെ സംരക്ഷണം. അത്യുന്നതൻ്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തൻ്റെ തണലിൽ കഴിയുന്നവനും കർത്താവിനോട് എൻ്റെ സങ്കേതവും എൻ്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറയും. അവിടുന്ന് നിന്നെ വേടൻ്റെ കെണിയിൽ നിന്നും മാരകമായ മഹാമാരിയിൽ നിന്നും രക്ഷിക്കും. തൻ്റെ തൂവലുകൾ കൊണ്ട് അവിടുന്ന് നിന്നെ മറച്ചുകൊള്ളും. അവിടുത്തെ ചിറകുകളുടെ കീഴിൽ നിനക്ക് അഭയം ലഭിക്കും. അവിടുത്തെ വിശ്വസ്തത നിനക്ക് കവചവും പരിചയമായിരിക്കും. രാത്രിയിലെ ഭീകരതയെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും നീ ഭയപ്പെടേണ്ട. ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും നട്ടുച്ചയ്ക്ക് വരുന്ന വിനാശത്തെയും നീ പേടിക്കേണ്ട. നിന്റെ പാർശ്വങ്ങളിൽ 1000 മരിച്ചു വീണേക്കാം, നിന്റെ വലത്തുവശത്ത് 10,000, എങ്കിലും നിനക്ക് ഒരനർത്ഥവും സംഭവിക്കുകയില്ല. ദുഷ്ടരുടെ പ്രതിഫലം നിന്റെ കണ്ണുകൾ കൊണ്ട് തന്നെ നീ കാണും. നീ കർത്താവിൽ ആശ്രയിച്ചു, അത്യുന്നതനിൽ നീ വാസമുറപ്പിച്ചു. നിനക്ക് ഒരു തിന്മയും ഭവിക്കുകയില്ല, ഒരനർത്ഥവും നിന്റെ കൂടാരത്തെ സമീപിക്കുകയില്ല. നിന്റെ വഴികളിൽ നിന്നെ കാത്തുപാലിക്കാൻ അവിടുന്ന് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. സിംഹത്തിൻ്റെയും അണലിയുടെയും മേൽ നീ ചവിട്ടി നടക്കും. യുവസിംഹത്തെയും സർപ്പത്തെയും നീ ചവിട്ടി മെതിക്കും. അവൻ സ്നേഹത്തിൽ എന്നോടൊട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും. അവൻ എൻ്റെ നാമം അറിയുന്നതുകൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരമരുളും. അവൻ്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും. ഞാൻ അവനെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും.
ദീർഘായുസ് നൽകി ഞാൻ അവനെ സംതൃപ്തനാക്കും. എൻ്റെ രക്ഷ ഞാൻ അവന് കാണിച്ചു കൊടുക്കും. ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവേ, ഈ രാത്രിയിൽ അങ്ങയുടെ രക്ഷയെ കാണുവാൻ, അങ്ങയുടെ പ്രത്യേക സംരക്ഷണത്തിൻ കീഴിൽ ഞങ്ങളായിരിക്കുന്നു. കർത്താവേ, നിന്റെ രക്ഷയെ അനുഭവിക്കുവാൻ, നിന്റെ രക്ഷയെ ആസ്വദിക്കുവാൻ ഈ രാത്രിയിൽ ഞങ്ങളെ നീ സഹായിക്കണമേ. അത്യുന്നതനായ ദൈവമേ, ഈ രാത്രിയിൽ നിന്റെ ബലമുള്ള കരങ്ങളിൽ പിടിച്ച് ഞങ്ങൾ ഉറങ്ങുമ്പോൾ, ഞങ്ങളെ തളർത്തുന്ന പ്രശ്നങ്ങളിൽ നിന്ന്, ഞങ്ങളെ തകർക്കുന്ന രോഗങ്ങളിൽ നിന്ന്, ഞങ്ങളുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന ഓരോ അവസ്ഥയിൽ നിന്നും കർത്താവേ, നിന്റെ സംരക്ഷണം ഞങ്ങൾക്ക് നൽകി ഈ രാത്രിയിൽ എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകി സമാധാനത്തോടെ ഒരു ഉറക്കം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവേ, ഞങ്ങൾ ഏറ്റുപറയുന്നു, അവിടുന്ന് ഞങ്ങളുടെ സങ്കേതവും ഞങ്ങളുടെ കോട്ടയും ഞങ്ങൾ ആശ്രയിക്കുന്ന ദൈവവും എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും അത് ഏറ്റുപറയുകയും ചെയ്യുന്നു. സങ്കീർത്തനം 91 നീ വാഗ്ദാനം ചെയ്ത സകല അനുഗ്രഹങ്ങളും സംരക്ഷണവും നന്മകളും ഇന്ന് രാത്രിയിൽ ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ മുഴുവനും നിന്റെ ഈ സംരക്ഷണം ഉണ്ടാകട്ടെ. ഈ സങ്കീർത്തനം 91 യോഗ്യതയാലെ ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ജീവിതകാലം മുഴുവനും സങ്കീർത്തനം 91 രക്ഷയും സംരക്ഷണവും അനുഗ്രഹവും നന്മകളും ഞങ്ങൾക്ക് നൽകണമേ. ഈ രാത്രിയിൽ നിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരുടെ പ്രാർത്ഥനയെ നീ കേൾക്കണമേ. ആശുപത്രിയിലായിരിക്കുന്ന എല്ലാവർക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. തങ്കമ്മ അലക്സ് അഡൂറിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. ബിജോയ് സാബുവിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. രേവതിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അജിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ക്ലിഫർഡ് സാൽവഡൂറിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, രോഗികളായ എല്ലാവർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു. ലിസി എന്ന മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ രോഗങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ച് മാനസിക പിരിമുറുക്കങ്ങളിൽ നിന്ന്, ഡിപ്രഷനിൽ നിന്ന്, സ്ട്രെസ്സിൽ നിന്ന്, നിരാശയിൽ നിന്ന്, വേദനയിൽ നിന്ന്, അസഹ്യമായ വേദനയും രോഗങ്ങളും ക്ലേശങ്ങളിൽ നിന്നും കർത്താവേ, ഈ രാത്രിയിൽ ഈ 91 സങ്കീർത്തനത്തിൻ്റെ നന്മകളെ നീ ചൊരിയണമേ, അനുഗ്രഹിക്കണമേ. നിരാശയിൽ കഴിയുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ രാത്രിയിൽ നിന്റെ പ്രത്യാശ അനുഭവിക്കുവാൻ അവർക്ക് കൃപ കൊടുക്കണമേ. കർത്താവേ, തടങ്കലിലായിരിക്കുന്നവർക്ക്, അനാഥർക്ക്, വിധവകൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഏകാന്തതയിൽ വസിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നീ ഞങ്ങളുടെ സങ്കേതമാണ്, നീ ഞങ്ങളുടെ അഭയമാണ്, നീ ഞങ്ങളുടെ തുണയാണ്. കർത്താവേ, ഈ രാത്രിയിൽ മനമുരുകിയിരിക്കുന്ന എല്ലാവർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിന്റെ സമാധാനം അവരോട് കൂടെയുണ്ടാകണമേ. നിന്റെ സന്തോഷവും ആനന്ദവും അവരിൽ നിറയ്ക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന എൻ്റെ ഈ പ്രിയപ്പെട്ടവരുടെ ഓരോ ആവശ്യങ്ങളെയും ഞാൻ നിന്നിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കളഞ്ഞുപോയ വിലപിടിപ്പുള്ള ആഭരണങ്ങൾ, സ്വർണ്ണാഭരണങ്ങൾ കണ്ടുകിട്ടുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിന്റെ കരം ആ വ്യക്തിയെ സ്പർശിച്ച്, ആ കളഞ്ഞത് എടുത്ത വ്യക്തിയെ സ്പർശിച്ച് അതിൻ്റെ യഥാർത്ഥ ഉടമയ്ക്ക് അത് തിരികെ നൽകാൻ ആ മകന്, ആ മകൾക്ക് നീ പ്രചോദനം നൽകണമേ. കർത്താവേ, ഈ രാത്രിയിൽ ഒറ്റപ്പെട്ട് വേദനിച്ചിരിക്കുന്നവർക്ക്, നിസ്സഹായാവസ്ഥയിൽ കഴിയുന്നവർക്ക്, ഭയത്തിൽ കഴിയുന്നവർക്ക്, ജീവിതത്തിൽ അർത്ഥമില്ല എന്ന് തോന്നുന്നവർക്ക് എല്ലാം നിന്റെ പരിശുദ്ധ സാന്നിധ്യം നൽകി കർത്താവിൽ മാത്രം ആശ്രയിക്കുവാനും, കർത്താവിനെ മാത്രം സങ്കേതവും കോട്ടയുമായി പ്രഖ്യാപിക്കാനും, കർത്താവിൽ മാത്രം രക്ഷ കണ്ടെത്തുന്നതിനും ഈ രാത്രിയിൽ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. സകല ആപത്തനർത്ഥങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവെ, പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും, പൈശാചിക ദുരിതങ്ങളിൽ നിന്നും, ഇഴജന്തുക്കളിൽ നിന്നും, അപകടകരമായ ഇഴജന്തുക്കളിൽ നിന്നും, മറ്റ് വന്യമൃഗങ്ങളിൽ നിന്നും ഈ രാത്രിയിൽ നിന്റെ മക്കളെ കാത്തുകൊള്ളണമേ. എല്ലാവിധ പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്നും, അമിതമായ മഴയിൽ നിന്നും, കൊടുങ്കാറ്റിൽ നിന്നും നിന്റെ മക്കളെ പ്രത്യേകം സംരക്ഷിക്കണമേ. ഈ രാത്രിയിൽ ഞങ്ങൾ പൂർണ്ണമായി നിന്നിൽ അഭയം തേടുന്നു. സകല പൈശാചിക ദുരിതങ്ങളിൽ നിന്ന്, മന്ത്രവാദ കെട്ടുകളിൽ നിന്ന്, കൂടോത്രങ്ങളിൽ നിന്ന്, തിന്മയുടെ വാക്കുകളിൽ നിന്ന്, പ്രലോഭനകരമായ ചിന്തകളിൽ നിന്ന്, ദുഷ്ടാരൂപികളുടെ പ്രവർത്തനങ്ങളിൽ നിന്ന്, ദുസ്വപ്നങ്ങളിൽ നിന്ന്, ഭയപ്പെടുത്തുന്ന ഓരോ
സ്വപ്നങ്ങളിൽ നിന്നും കർത്താവേ, ഈ രാത്രിയിൽ പ്രത്യേകമായി ഞങ്ങളെ ഓരോരുത്തരെയും കാത്ത് സംരക്ഷിക്കണമേ. നിന്റെ അനന്തമായ സ്നേഹം നുകർന്ന് നിന്റെ സന്നിധിയിൽ നിന്റെ സമാധാനം അനുഭവിച്ച് ഈ രാത്രിയിൽ ഭയം കൂടാതെ ഉറങ്ങാൻ ഞങ്ങളെ സഹായിക്കണമേ. നാളത്തെ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും യാത്രകളെയും നീ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ, അങ്ങേക്ക് സർവമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. ആശുപത്രിയിൽ കഴിയുന്ന എല്ലാവർക്കും ഇന്ന് രാത്രിയിൽ തന്നെ നീ രോഗസൗഖ്യം നൽകി അവർക്ക് ഡിസ്ചാർജ് ആകാനുള്ള എല്ലാ കാര്യങ്ങളും നീ ക്രമീകരിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാനിടയാക്കരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ എല്ലാവിധ ആപത്തനർത്ഥങ്ങളിൽ നിന്നും നിന്നെയും നിന്റെ കുടുംബത്തെയും ഭവനത്തിൽ വസിക്കുന്ന എല്ലാവരെയും നിന്റെ പ്രിയപ്പെട്ട എല്ലാവരെയും ദൂരത്തും സമീപത്തുമായി ഉള്ള എല്ലാവരെയും കർത്താവ് പ്രത്യേകം കാത്ത് സംരക്ഷിക്കട്ടെ. ഈ രാത്രിയിൽ സമാധാനപരമായ നല്ലൊരു ഉറക്കം നൽകി അവിടുന്ന് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ട എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ. ആമേൻ. ഈ പ്രാർത്ഥന നിങ്ങൾ ഷെയർ ചെയ്യുക. കർത്താവ് നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കും. ഗുഡ് നൈറ്റ് ആൻഡ് ഗോഡ് ബ്ലെസ് യു.